പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണുന്നതിലും സംസാരിക്കുന്നതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണെന്നോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെ സന്ദർശിക്കുന്നതും സംസാരിക്കുന്നതും. ഇന്ന് നിങ്ങൾക്കൊരു സന്ദേശം ആവശ്യമാണ്. അതാണ് ദൈവത്തിന്റെ സന്ദേശം. അതിനാൽ ഈ സന്ദേശം നിങ്ങളോട് പറയാനായി എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. എന്താണ് ആ സന്ദേശം എന്ന് വിചാരിക്കുകയാണോ? വേദപുസ്തകത്തിൽ 145 സങ്കീർത്തനം 8 വാക്യം, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. ഇതാരെക്കുറിച്ചുള്ള വാർത്തയാണ്? നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വാർത്ത, യഹോവയെക്കുറിച്ചുള്ള വാർത്ത. നാം ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആശീർവാദത്തെ അനുഭവിക്കാൻ കഴിയൂ. മനസ്സിലായോ നിങ്ങൾക്ക്? യഹോവ എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. യഹോവ എങ്ങനെയുള്ളവനാണ് എന്ന് നാം കൂടുതലായി അറിയും തോറും, യഹോവയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ജ്ഞാനമുണ്ടാകൂ, ആശീർവാദമുണ്ടാകൂ, നന്മകൾ കാണാൻ സാധിക്കൂ. യഹോവ എങ്ങനെയുള്ളവനാണ്? ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. ദൈവമെന്നവൻ ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, അവൻ നമുക്കിങ്ങനെ ചെയ്തു തരും എന്നെല്ലാം ഓരോരുത്തർ ഓരോന്ന് പറയും. എന്നാൽ വേദപുസ്തകത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവ എങ്ങനെയുള്ളവനാണ്? അവൻ ദീർഘക്ഷമയുള്ളവനും മഹാദയവാനുമാണ്. ആരോടാണത് കാണിക്കുകയെന്നറിയാമോ? തന്റെ പാപത്തെ മറയ്ക്കുന്നവൻ ശോഭിക്കുകയില്ല. ഏറ്റുപറഞ്ഞ് വിട്ടുകളയുന്നവൻ ദയയ്ക്ക് പാത്രനാകും. ഒരുവൻ വന്ന്, അയ്യോ, ഞാൻ പാപം ചെയ്തു പോയി, ദൈവമേ, ഞാൻ വലിയ ഒരു പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പാപത്തെ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടാൽ ഉടനെ ദൈവം ക്ഷമിക്കും. ക്ഷമിക്കാനൊന്നും പറ്റില്ല, നിനക്ക് ശിക്ഷയുണ്ടാകും, നീ ചെയ്ത തെറ്റിന് നിന്നെ തീർച്ചയായും അതിലടയ്ക്കും ഇതിലടയ്ക്കും എന്ന് പറയില്ല. ശരി മകനെ, ഞാൻ ക്ഷമിക്കും. ശരി മകളെ, ഞാൻ ക്ഷമിക്കും. അത്രത്തോളം ക്ഷമയുള്ള ദൈവമാണവൻ. അതുകൊണ്ട് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമോ? അയ്യോ, ഞാൻ ഇത്ര പാപങ്ങൾ ചെയ്തുപോയി എന്നൊന്നും വിചാരിക്കരുത്. യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്ന്, യേശുവേ, ഞാൻ തെറ്റ് ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, എനിക്കത് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഉടനെ നമ്മോട് ക്ഷമിക്കും, മനസ്സലിവ് കാണിക്കും. നിങ്ങൾ കണ്ണുനീരൊഴുക്കുമ്പോൾ ഉടനെ യേശുവിന്റെ മനസ്സലിയും. യേശു മനസ്സലിവുള്ള ദൈവമാണ്. ഒരു രോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഒരാൾ വന്ന് യേശുവേ എന്ന് കെഞ്ചി അപേക്ഷിച്ചപ്പോൾ മനസ്സലിഞ്ഞു, അത്ഭുതം ചെയ്തു. അതാണ് യേശുവിന്റെ സ്വഭാവം. അവൻ മനസ്സലിവുള്ളവനാണ്, ദയ കാണിക്കുന്നവനാണ്. ധൈര്യത്തോടെ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലാം. അയ്യോ, എന്നെ ശിക്ഷിക്കുമോ, എന്നെ തള്ളിക്കളയുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊട്ട് സുഖം പ്രാപിച്ചു. എന്നെ തൊട്ടതാരെന്ന് യേശു ചോദിച്ചപ്പോൾ അവൾക്ക് പേടിയായി. കാരണം അത് തീണ്ടലുള്ള വ്യാധിയാണ്. അങ്ങനെയുള്ള വ്യാധിയുള്ളവർക്ക് ആരെ തൊട്ടാലും അത് തീണ്ടലാണ്. അവരെ ആര് തൊട്ടാലും തീണ്ടലെന്ന് ആ കാലത്ത് കരുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യേശുവിനെ തൊട്ടു, ദേഷ്യപ്പെടുമോ എന്ന് ഭയന്ന് വിറച്ച് യേശുവിന്റെ മുന്നിൽ ചെന്ന്, ഞാനാണ് അങ്ങയെ തൊട്ടത് എന്ന് പറഞ്ഞു. അവൾ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ യേശു പറയുന്നു, മകളെ, ഭയപ്പെടേണ്ട. അവള് ഭയന്ന് വിറച്ചുകൊണ്ടുവന്ന്, യേശു എന്തു പറയുമോ, നീ എങ്ങനെ എന്നെ തൊട്ടു, എന്നോട് വന്ന് ചോദിക്കാമായിരുന്നില്ലേ, തീണ്ടലുള്ള വ്യാധിയല്ലേ എന്ന് പറഞ്ഞ് കോപിക്കുമോ എന്ന് വിചാരിച്ചാൽ യേശു മകളെ എന്ന് വിളിക്കുന്നു. മകളെ, നിന്റെ വിശ്വാസം ജയിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോ, നിനക്ക് സൗഖ്യമായിരിക്കുന്നു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിന്റെ പിതാവാണ്, നീ എന്റെ മകളും, നീ എന്നെ തൊട്ടതുകൊണ്ട് എനിക്ക് തീണ്ടലുണ്ടാവില്ല, അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്നു പറഞ്ഞ അത്ഭുതവാനായ ദൈവമാണ് യേശു. എത്ര മനസ്സലിവുള്ളവനാണ് യേശു. നിങ്ങൾ ഭയപ്പെട്ടു പോയാൽ യേശു പറയും, ഭയപ്പെടേണ്ട. നിങ്ങൾ വിറച്ചുകൊണ്ട് അടുത്ത് ചെന്നാൽ പറയും, വാ, എന്റെ അടുത്ത് വന്നിരിക്കുക എന്ന് നിങ്ങളെ ആശ്ലേഷിക്കും. അതാണ് യേശു. യേശു എന്താ കയ്യിൽ വാള് പിടിച്ചിട്ടുണ്ടോ, ശൂലം പിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കത്തി പിടിച്ചിട്ടുണ്ടോ, നിന്നെ വെട്ടും കുത്തും എന്ന് പറയാൻ? കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാത്തയൊരു ദൈവം. സ്നേഹമാണ് യേശുവിന്റെ ആയുധം, മനസ്സലിവാണ് യേശുവിന്റെ ആയുധം, ദയയാണ് യേശുവിന്റെ ആയുധം. യേശുവിനെ അറിഞ്ഞാൽ തന്നെ നമുക്കെപ്പോഴും സന്തോഷത്തോടെ യേശുവിനെ സമീപിക്കാം. യേശു ദയയും മനസ്സലിവും കൃപയും ഉള്ളവനാകുന്നു. ആ ദൈവം പറയുന്നു, മകളെ, വാ, മകനെ, നീ വാ, നീ പിൻവാങ്ങിപ്പോയോ, പ്രാർത്ഥിച്ചില്ലേ,
നീ നിരാശപ്പെട്ടു പോയോ? പാപത്തിൽ വീണോ? സാരമില്ല, നീ വാ, ഞാൻ നിന്നെ നേരെയാക്കാം. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് യേശു പറയുന്നു. എത്ര അത്ഭുതവാനായ ദൈവമെന്ന് കണ്ടോ? ഇന്ന് പറയുമോ, യേശുവേ, ദൈവമേ, അങ്ങ് എത്ര സ്നേഹവാനാണ്, എത്ര ദയാലുവാണങ്ങ്, എത്ര മനസ്സലിവുള്ളവനാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, അങ്ങയോടടുക്കുന്നു. അങ്ങ് മനസ്സലിവുള്ളവനാണ്. എന്നെ ബലപ്പെടുത്തണമേ, എന്നെ നേരെയാക്കണേ, എന്നെ ശുദ്ധീകരിക്കണമേ, എനിക്ക് ശക്തി തരയണമേ. എന്നെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ